ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും ക്ഷമിക്കുക. കുറച്ച് പേരെങ്കിലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ തീരെ വയ്യാണ്ടാണ് കേട്ടോ. തലവേദന എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഉറക്കം കുറയുമ്പോൾ അങ്ങനെ വരച്ചതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നാലാണ് എനിക്ക് ഉറക്കം അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തീരെ പറ്റാണ്ടായപ്പോൾ അങ്ങനെ വീഡിയോ ഉണ്ടാകുന്ന തീരുമാനിച്ചത്. എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ശരിക്കും കിടന്നുറങ്ങിയപ്പോൾ നല്ല ഉഷാറായി. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറ് വാർത്ത് വെച്ചു, ചായക്കുള്ള വെള്ളം വെച്ചിട്ട്. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ആ താപ്പിനെ ഇങ്ങോട്ട് കയറി കേട്ടോ. അപ്പോൾ വേഗം എടുത്ത് പുറത്താക്കിയതാണ്. പൂച്ചക്കുട്ടന്മാരെന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ മാത്രമാണ് കയറുള്ളൂ, മറ്റുള്ളവരൊന്നും അങ്ങനെ കയറില്ല. അവർക്കൊന്നും അത്ര അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ സാമ്പാർ വയ്ക്കാമെന്ന് വെച്ചു. ഇന്ന് വലിയ ജോലികളൊന്നും കുറേ തലകുത്തി മറിഞ്ഞ് രാവിലെ ചെയ്യണില്ല എന്ന് തന്നെ വിചാരിച്ച്. പിന്നെ നമ്മൾ നെല്ലിക്കച്ചാറുണ്ടല്ലോ, 2 ദിവസത്തേക്ക് അതിങ്ങനെ ഓടിക്കോളും. അപ്പോൾ സാമ്പാറും നെല്ലിക്കച്ചാറും മാത്രമുള്ളൊന്ന് വൈകുന്നേരം എന്തായാലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനത്തെ പരിപ്പും മത്തങ്ങയും നമ്മുടെ മുളകുണ്ടല്ലോ, വറ്റൽമുളകല്ല, കിഴക്കമുളക് എന്നൊക്കെ പറയുക. സാമ്പാർ മുളക് തന്നെ പറയാട്ടെ, നീളമുളക്. അത് കീറിയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് സാമ്പാറിന് ഞാൻ വേവിക്കാറ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചുള്ള ചായ എടുത്ത് കുടിക്കാമെന്ന്. പിന്നെ പുളിയൊക്കെ വെള്ളത്തിലിട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കൊട്ടന്മാരെ ഭയങ്കര ബഹളം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവർക്ക് ചോറ് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീനുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി ചെമ്മീനും കൂടി എടുത്ത് പൊടിച്ച് അതൊക്കെ കുഴച്ച് അങ്ങനെ ചോറ് കൊടുക്കാണ് കേട്ടോ. അവർക്ക് ചെമ്മീൻ പൊടിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചെമ്മീൻ മാത്രം എടുത്ത് കഴിക്കും, ചോറുണ്ടില്ല. പിന്നെ വിശന്നിട്ട് നമ്മുടെ പിന്നാലെ സൗകര്യം തരാണ്ട് നടക്കും കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിച്ചവിടെ പിന്നെ മിണ്ടാണ്ട് കിടന്നോളും, ശല്യത്തിനൊന്നും പിന്നാലെ വരില്ല. അവർക്ക് വിശന്നാൽ എന്തായാലും കിടന്ന് ബഹളം കൂട്ടും. അപ്പോൾ അത് കാരണം കൊണ്ടൊന്ന് നേരം വെളുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അവർക്ക് ഇത്തിരി നേരത്തെ വിശന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതവിടെ കാത്ത് നിൽക്കുകയാണ് പാത്രത്തിൻ്റെ അടുത്ത്. 3 ആളും ക്ഷമയോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ വരുന്ന കാത്ത്. അങ്ങനെ ഞാൻ ആ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. 3 ആളും കൂടി അവിടെ ഇരുന്ന് കഴിച്ചു. ഞാൻ പറയാറില്ല, അമ്മ പൂച്ച ഇപ്പോൾ വരുന്നേ ഇല്ലയെന്ന്. എന്ത് പറ്റിയോന്നറിയില്ല. ചിലപ്പോൾ വേറെ വല്ല വീടുകളിൽ ഉണ്ടാവൂലേ, ചില പൂച്ചകൾ അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം വാതിലടച്ചു ഞാൻ. പിന്നെ ഞാൻ ചേട്ടനും കൂടി ചായ വേണമെന്ന് ചോദിച്ചതാണ്. പിന്നെ വീഡിയോയിൽ ഞാൻ കണ്ടത് ചേട്ടൻ അതിനിടയ്ക്ക് ചായയൊക്കെ എടുത്തുകൊണ്ട് പോയി കുടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെയും ചായ എനിക്ക് ചായ വേണം, ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് പകർത്തി കൊണ്ടുകൊടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോയിലാണ് കാണുന്നത് ആൾ കുടിച്ചിട്ടുണ്ടെന്ന്. 2 ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് പറയണതല്ല കേട്ടോ. ഇനിയിപ്പോൾ ചിലവരെങ്കിലും ഞാനിതൊരു തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാണ്ട് ഗൗരവത്തിലൊക്കെ മറുപടി പറയണവരുണ്ടാവും. അപ്പം അങ്ങനെ ഗൗരവമൊന്നും അല്ല കേട്ടോ, പറഞ്ഞു എന്ന് മാത്രം വിശേഷം. അങ്ങനെ ചായയൊക്കെ എടുത്ത് കൊണ്ടുപോയി കുടിച്ച് പിന്നെ ഞാൻ വീണ്ടും കഷ്ണങ്ങളൊക്കെ അരിയാനും കാര്യത്തിനൊക്കെ വന്നു. സാമ്പാർ കഷ്ണം വാങ്ങിച്ചു എന്നുണ്ടെങ്കിലും അതിൽ മുരിങ്ങക്കായ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ആ മുരിങ്ങക്കായ ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. സാമ്പാറിൽ നല്ല മുരിങ്ങക്കായയുടെ സ്മെല്ല്, മല്ലിയില, കായം ഇതൊക്കെ നന്നായിട്ട് വേണം, എന്നാലാണ് സാമ്പാർ എനിക്കിഷ്ടാവുക. ഇതൊന്നും ഇട്ടത് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് കേട്ടോ സാമ്പാറിൽ. പക്ഷേ എനിക്കിതൊക്കെ നന്നായിട്ട് വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നാറ്. അപ്പോൾ അത്യാവശ്യം സാമ്പാർ കഷ്ണം ഉണ്ട്. മുരിങ്ങയ്ക്ക ഇല്ലെങ്കിലും ചൊരയ്ക്കയും അതുപോലെ വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങ, പടവലം, വഴുതന, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ താരം മുരിങ്ങയ്ക്ക മാത്രം തന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, അവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ വെച്ച് ഒരു നല്ല സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്തു. അതിലേക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി പുളി പിഴിഞ്ഞ് വെച്ചു, സാമ്പാർ പൊടി ഇട്ടു, പിന്നെ ഉപ്പൊക്കെ പാകത്തിനാക്കി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കണ്ടിട്ട് വീണ്ടും വിസിലടിക്കാൻ വെച്ചു. ശരിക്കും പറയാന്ന് വെച്ചാൽ പരിപ്പ് മാറ്റി വെച്ചിട്ട് കഷ്ണം തന്നെയാണ് കേട്ടോ അടിക്കേണ്ടത്, അപ്പോഴാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുക. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇനി പകർത്താനൊന്നും നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാതും അതിൽ തന്നെ ആക്കി വീണ്ടും വിസിലടിക്കാൻ അവിടെ വെച്ചു. പിന്നെ ഞാൻ മുറ്റത്ത് നോക്കിയപ്പോൾ നിറയെ പ്ലാസ്റ്റിക് കവറൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ പറക്കി കൂട്ടി ചാക്കിലാക്കി എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ മസാല ബോക്സ് മുന്നത്തെ മാറ്റിയില്ലേ, അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു, അതും അടക്കി ഒതുക്കി വെച്ചു. പിന്നെ ഒന്ന് മുറ്റടിച്ചു കേട്ടോ. മുറ്റടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്, 1-2 കരടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അടിച്ചില്ലെങ്കിൽ അങ്ങോട്ട് ശരിയാവില്ല. പിന്നെ നന്നായിട്ട് അടിച്ചാൽ തന്നെയാണ് പുല്ല് മുളയ്ക്കാണ്ടിരിക്കുള്ളൂ. പുല്ലൊക്കെ മുളയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ, സൈഡിൽ നിന്ന് മുളച്ച് വരുന്നൊക്കെ ഉണ്ട്. അതിന് സൺഡേയിൽ അങ്ങനെ വലിച്ച് പറിച്ച് കളയണം. പിന്നെ ഞാൻ ഇന്നലെ തുണികളൊന്നും മടക്കിയിട്ടുണ്ടായിരുന്നില്ല, സ്യൂട്ടർ എടുത്ത് കണ്ട് അകത്തേക്ക് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തുകൊണ്ട് കണ്ട് മടക്കാമെന്ന് വിചാരിച്ചൊക്കെ വെച്ചതാണ്. പക്ഷെ മടക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ രാവിലെ.
അപ്പോഴേക്കും നമ്മുടെ സാമ്പാറായതുകൊണ്ട് ശ്രീകുട്ടൻ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പം ഞാൻ വേഗം അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കണ്ടിട്ട് പാകത്തിനുള്ള പോരായുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് പിന്നെ അതിലേക്ക് ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ടു. അങ്ങനെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ വേഗം പാത്രങ്ങൾ കഴുകി വെച്ചു കേട്ടോ. പാത്രങ്ങൾ കൂടി കഴുകി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പക്ഷേ തുണികൾ മടക്കാനും അലമാരി ഒതുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അങ്ങനെ വിചാരിച്ചെങ്കിലും അതിനൊന്നും സാധിച്ചില്ല. പാത്രം കഴുകൽ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കെന്തോ ഇനി കിടന്ന് പെടയണ്ടാന്ന് തോന്നി. അപ്പം അങ്ങനെ തോന്നുന്ന ദിവസം ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഓഫീസിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓവറായിട്ട് പണിയെടുത്തിട്ട് നമ്മൾ വീട്ടിൽ ഓവറായിട്ട് പണിയെടുത്തിട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ തീരെ വയ്യാത്ത പോലെ തോന്നും. അത് കാരണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. പിള്ളേർക്കും ചേട്ടനൊക്കെ ഉള്ള ചോറൊക്കെ പകർത്തി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഓരോന്നും നോക്കി പിടിച്ചൊക്കെ വരുമ്പോഴേക്കും പോകണം നേരാവും കേട്ടോ. ഞാൻ 8:38 വണ്ടിക്കാണ് പോകണമെന്നുണ്ടെങ്കിലും 8:20 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വേഗം തന്നെ ആവണമല്ലോ. അതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും ഒതുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരലും കൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുക്കള താഴത്തും ഒന്ന് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ. എല്ലാതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. അടിക്കലൊക്കെ കഴിഞ്ഞ് വാതിലപ്പം തന്നെ കുറ്റിയിട്ടു. വെച്ചാൽ പോണ നേരത്തിന് മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി വൈകുന്നേരം വന്നത് സാമ്പാർ ചൂടാക്കാൻ വെച്ചു, ചോറ് ചൂടാക്കാൻ വെച്ചു. നന്നായിട്ട് പാത്രങ്ങളുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്നും ഇല്ല കേട്ടോ, കലവും പിന്നെ 1-2 പാത്രങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴിക്കുക. അപ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലമാരി ഒന്ന് ഒതുക്കണം കേട്ടോ ഇന്ന്. അത് കാരണം കൊണ്ടാണ് ഞാൻ വേഗം പണികൾ കഴിച്ചത്. ഇന്ന് ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനോ അങ്ങനെയൊന്നും നിന്നില്ല. പിന്നെ കാലത്തിട്ട തുണികൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ അലമാരിയിലും ഞാൻ ബാഗുകളിലെ തുണി വയ്ക്കാമെന്ന് പറയാറില്ലേ കൂട്ടുകാരുടെ അടുത്ത്. അപ്പോൾ പിന്നെ ആ ബാഗിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്ന ആകെ അലങ്കോലായി. എൻ്റെ ചില ഡ്രസ്സുകളൊന്നും കാണാനില്ല. അപ്പോൾ എനിക്ക് അലമാരി ഒന്ന് ഒതുക്കണം തോന്നി. ഫുള്ളായിട്ട് അങ്ങനെ ഒതുക്കില്ല. ഞാൻ ഉപയോഗിക്കുന്ന 2 കള്ളി മാത്രമാണ് കേട്ടോ. പിന്നെ ബാക്കി ചേട്ടൻ്റെ ഡ്രസ്സിനൊന്നും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഡ്രസ്സാണ് ആകെ കുത്തിമറിയുക. ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് അലമാരി ഒതുക്കിയില്ലെങ്കിൽ ആകെ വൃത്തികേടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അലമാരി നല്ല ഡ്രസ്സുകൾ വേറെയും ചുരിദാറുകൾ വേറെയും പാൻറ്റ് വീട്ടിലിടുന്നതും ഒക്കെ വേറെയൊക്കെ തിരിച്ച് ഓരോരോ ബാഗുകളിലാക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ബാഗുകളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഓരോ ബാഗിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നാൾ എനിക്കൊരു പുതിയ ബാഗ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നു റൗണ്ടിൽ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഞാൻ നോക്കി അടിയിലത്തെ വരി എന്ന് പറഞ്ഞാൽ പുതപ്പുകളുടെയും വിരികളുടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് മടക്കി വയ്ക്കാമെന്ന് ചോദിച്ചാൽ അത് വലിയൊരു പണിയെന്നൊന്നും പറയാനില്ലല്ലോ, വലിപ്പം കൂടുതലുണ്ടെന്നല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് മടക്കി വെച്ചു. അപ്പോൾ പിന്നെ അലമാരി ക്ലിയർ ആയിട്ടാണ്. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചുരിദാർ പുതിയത് ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഈ വീഡിയോ വരണ അന്നാണ് കേട്ടോ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടാവുക. ഇത് വരണ അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഈ വീഡിയോ. അപ്പം ഞാൻ പിറ്റേ ദിവസം ഈ ചുരിദാർ ഇടാമെന്നൊക്കെ വിചാരിച്ച് നോക്കി. പക്ഷെ ഒന്നും ഷേപ്പ് ആക്കാത്തതുകൊണ്ട് രണ്ടും ഇടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്തായാലും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും നിന്നില്ല. ലൈറ്റായിട്ടൊക്കെ ഒന്ന് നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ചു. ചേട്ടന് ഷർട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനായിട്ട് പുതിയത് ഇടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചെമ്മീൻ ചമ്മന്തി അരച്ചു. പിന്നെ നെല്ലിക്കച്ചാറും സാമ്പാറൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ഗോതമ്പ് ദോശയും കൂടി ഉണ്ടാക്കി. ചോറിത്തിരി പോരായിരുന്നു. ഗോതമ്പ് ദോശയും കൂടിയൊക്കെ ഉണ്ടാക്കി. അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. പക്ഷേ ചെമ്മീൻ ചമ്മന്തി താരായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ചോറൊക്കെ ഉണ്ട്. പിന്നെ ചോറൂണൊക്കെ കഴിഞ്ഞ് ചോറുണ്ടാവുന്നപ്പോൾ എല്ലാവരും ഷർട്ടൊക്കെ ഇടാണ്ട് അങ്ങനെയൊക്കെ തോന്നിയോണൊക്കെ വന്നിരുന്നത്. അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യുന്നില്ല, പ്രൈവസി കളയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പിറ്റേ ദിവസം അവിയലും മോരുകറിയും വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുക്കി വെച്ചു. ഇനി മോരുകറി വേണ്ടെങ്കിൽ വയ്ക്കില്ല, ചിലപ്പോൾ വയ്ക്കുള്ളൂ. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എളുപ്പമല്ലേ. അവിയലിനാകുമ്പോൾ കഷ്ണങ്ങൾ നുറുക്കാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ. പിന്നെ ചിരക്ക കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ചിരക്ക വേറെ അരിഞ്ഞ് മാറ്റി വെച്ചു. ഒരു ദിവസം ചെമ്മീനും ചിരക്കും വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇതൊക്കെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് അവിയലുണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുമിച്ചല്ലാതെ കൂടെ എടുത്ത് ഉപ്പേരി അങ്ങനെയൊക്കെ ചെയ്യാറ്. ഇതൊക്കെ ചെയ്തിട്ടും വഴുതനങ്ങ ഒരു കറി വയ്ക്കാനുള്ളതുണ്ട്. പിന്നെ ഉപ്പേരി ആയിട്ടൊരു കറി ബീട്രൂട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു കറി വയ്ക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. മുരിങ്ങയ്ക്ക ഇല്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെ നന്നായിട്ടിട്ടുണ്ട്. പിന്നെ 50 രൂപയുടെ സാമ്പാർ കഷ്ണമല്ലേ, മുരിങ്ങയ്ക്ക ഇപ്പോൾ ഇട്ടാൽ മുതലാവില്ലല്ലോ അവർക്ക്. നല്ല റേറ്റാന്ന് പറയുന്നുണ്ട് മുരിങ്ങക്കായ്ക്ക്. അത് കാരണം കൊണ്ടായിരിക്കാം ഇന്ന് മുരിങ്ങയ്ക്ക പുരാണം കുറച്ച് കൂടുതൽ പറഞ്ഞാൽ ഞാൻ. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ നമ്മൾ ചൊരയ്ക്കാൻ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കുറച്ച് അധികം ഉണ്ടെന്ന്. അപ്പോൾ അതൊരു വേറെ ബൗളിലേക്ക് ആക്കി വെച്ച്. പിന്നെ ഇതൊക്കെ തോല് ചെത്തേണ്ടതൊക്കെ ചെത്തി. പിന്നെ ഞാനതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തു.
കഴുകിയെടുത്തതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് അവിയലിൻ്റെ പാകത്തിനൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ മോര് കറിക്കുള്ള വെള്ളരിക്ക ഇട്ടിട്ടാണ് മോര് കറി വയ്ക്കുന്നത് കേട്ടോ. ഇവിടെ പാദ്യത്തിന് വെള്ളരിക്കിട്ട മോര് കറിയാണ് കൂടുതലിഷ്ടം. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത ദിവസം ഞാൻ വെച്ചൊരു റെസിപ്പിയാണ്. തൃശ്ശൂർക്കാർക്കൊക്കെ ഇത് നല്ല പരിചയമുള്ള കറിയാണ്. അപ്പോൾ അതാ ചെമ്മീനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് വറുത്തെടുക്കുകയാണ്. ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴേക്കും കേട്ടോ. തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടി ഇളക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ കുട്ടികളോടാണ് കേട്ടോ ഞാൻ പറയണത്. അത് മാറ്റി വെച്ച് ഇതൊരു പാത്രത്തിലേക്ക് ചെരിഞ്ഞിട്ടോ അതൊന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരവും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പം മല്ലിപ്പൊടി ഓവറായിട്ട് വേണ്ട, എന്നാലും ഇടണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച്. ഇനിയിപ്പോൾ ഇത്തിരി മുളക് പൊടി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് ഉള്ളിയാച്ചിടില്ലേ, അപ്പോൾ അതിലിത്തിരി മുളക് പൊടി ചേർത്താൽ നീ സൂക്ഷിക്കണം എന്ന് മാത്രം കേട്ടോ. പെട്ടെന്ന് കരിയില്ല ഉള്ളിയാച്ചൻ അതിൻ്റെ ഇടയിലൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എടുത്ത് അത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതൊക്കെ അരച്ചെടുത്ത് പിന്നെ ഞാൻ ചെമ്മീൻ പൊടിക്കാൻ നിന്നില്ല, ഒന്നിങ്ങനെ കുത്തിയെടുത്തു. അതിൻ്റെ തലയും വായിൽ കുത്തി കൊള്ളാണ്ടിരിക്കാൻ അതിനെ ഒന്ന് കുത്തി എടുത്തു. പിന്നെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ ഈ ചെമ്മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീനൊക്കെ ഇത്തിരി കൂടുതൽ എടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുരിങ്ങയ്ക്കയാണ് കേട്ടോ. പിന്നെ പുളിക്ക് പകരം മാങ്ങിയിടാൻ അടിപൊളിയാണ്. മുരിങ്ങയ്ക്ക് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല, ഇത്തിരി ഉണങ്ങിയതായിരുന്നു. തലേദിവസം ഇത് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇനി എടുത്ത് കളയേണ്ടി വരും. അത് കാരണം ഞാൻ വേഗം ഉപയോഗിച്ചത്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇത്രയ്ക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചു കേട്ടോ. കോൽപ്പുളി ഉണ്ടല്ലോ, കുടംപുളി ഇതിന് ഉപയോഗിക്കില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം കുടംപുളി ഒഴിവാക്കി. ആദ്യമൊക്കെ ഞാൻ കുടംപുളിയൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് അറിയാം കുടംപുളി ഇട്ടാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക. ഇതിങ്ങനെ ഓവറായിട്ട് കുറുതാവൊന്നും വേണ്ട വെച്ചാൽ തേങ്ങ അരച്ച കറിയല്ലേ, അങ്ങനെ കൂടുതൽ നേരം കൊണ്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ടും തിളച്ച് നാളികേരമൊക്കെ ഒന്ന് വേവണം, മുരിങ്ങയ്ക്ക് ഒന്ന് വേവണം. അപ്പോൾ അത് ഇതേ സമയത്ത് തന്നെ ഞാൻ വേറൊരു കുഞ്ഞ് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ആക്കി നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത്തിരി മുളക് പൊടിയും പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ അതായി ഈ നേരത്തെ ഓഫ് ചെയ്തതിനൊക്കെ ശേഷം ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഇട്ട് മൂടി വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കറി, മുരിങ്ങയ്ക്ക് ഇട്ടതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കറി വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കിയോളൂ. തൃശ്ശൂർക്കാർക്ക് പരിചയമൊക്കെ ആവും. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്നു പോകരുത്. ഇന്നാളെ കാണാം.